ഹലോ, നമുക്ക് ഇന്ന് ഈ കാർഡ്ബോർഡും കുറച്ച് പേപ്പറും വെച്ചിട്ട് ഒരു ഡെസ്ക് ഡെക്കർ ചെയ്താലോ? ആദ്യം തന്നെ ഞാൻ ഈ കാർഡ്ബോർഡിന് ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്യാവേ. അതിനുശേഷം നമ്മൾ അതിൽ കുറച്ച് ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഗ്ലൂ സ്റ്റിക്കും കുറച്ച് ഫെവിക്കോളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം ഇനിയാണ് മെയിൻ പണി. നമ്മുടെ ആ പേപ്പർ പീസസ് ഇല്ലേ, അത് ഈ പെൻസിലിൻ്റെ അറ്റത്ത് ഇങ്ങനെയൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറ്ററിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പേപ്പർ ഇല്ലേ, അതായത് ടേബിളിൻ്റെ പുറത്തൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാവേ. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും. ഫൈനൽ റിസൾട്ട് സൂപ്പർ ആയിരിക്കും. കാരണം ആ സോഫ്റ്റ്നെസ് ഉണ്ടായതുകൊണ്ട് അതൊന്നുകൂടി സൂപ്പർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മളിത് ഫുള്ള് പേപ്പറും അതിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. ആ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ 2 കാർഡ്ബോർഡ് പീസുകൾ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനെ എന്നിട്ട് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. നമ്മൾ സ്റ്റാൻഡിന് വേണ്ടി മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്ത ആ കാർഡ്ബോർഡിലേക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് നേരത്തെ നമ്മൾ ചെയ്തു വെച്ചത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് പണി കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് ഫെയറി ലൈറ്റ് കൂടി ചുറ്റിക്കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഇത് മനസ്സിലായെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഇത് കോഴിയുടെ കണക്കാ തോന്നിയെന്ന് പറയുന്നു. നിങ്ങൾക്ക് കോഴിയായിട്ട് തന്നെയാണോ തോന്നിയതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇന്നും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.